വിട്ടുനിന്ന സാമാജികർ ഉത്തരവുകൾ ലംഘിച്ച് മോദി പ്രഭാവത്തിന് ഭംഗം വരുത്തി സർക്കാരിന്റെ അധപ്പതനത്തിന് വഴിതെളിക്കാനുള്ള ചാട്ടുളിയാണ് എന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ ഇടനാഴികളിലെ ചർച്ച. അതിന് വഴിതെളിക്കുന്ന ഈ 20 പേർക്കെതിരെ നോട്ടീസ് തയ്യാറാക്കാൻ BJPയെ പ്രേരിപ്പിക്കുകയാണ് ഇപ്പോൾ. രാജ്യത്തുടനീളം ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സർക്കാരിന്റെ പ്രേരണയുടെ കേന്ദ്രബിന്ദുവായ ബിൽ ചൂടേറിയ ചർച്ചകൾക്കിടയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോകസഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഭരണഘടന 129 ഭേദഗതി ബിൽ അതിന്റെ ആമുഖഘട്ടത്തിൽ 90 മിനിറ്റ് ചർച്ചയ്ക്ക് ശേഷം ബില്ലുകളുടെ അവതരണത്തെ 209 പേർ അനുകൂലിച്ചപ്പോൾ 198 പേർ എതിർത്ത് വോട്ട് ചെയ്തു. ബിൽ പാസാക്കണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണമെന്നാണ്. ബിൽ അവതരണ വേളയിൽ ആകെ പോൾ ചെയ്യപ്പെട്ട അംഗസംഖ്യ അനുസരിച്ച് 307 കിട്ടിയാൽ മാത്രമേ ബിൽ പാസ്സാകൂ. എന്നാൽ അനുകൂല ബില്ലിന് അനുകൂല വോട്ടുകൾ 263 മാത്രമാണ്. ഇപ്പോൾ നിലവിലുള്ള സഭയിൽ എല്ലാവരെയും ഹാജരാണെങ്കിൽ 362 പേരുടെ പിന്തുണ ഉണ്ടെങ്കിലേ ലോകസഭയിൽ ബിൽ പാസ്സാകൂ.